റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുവാവിനെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിപ്പുറം ഇത്തിത്തറ വീട്ടിൽ അഖിൽ ശിവദാസനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കായലോരത്തെ വീടിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പത്തനംതിട്ട തിരുവല്ല സത്യം മിനിസ്ട്രീസിൽ സാമൂഹ്യനീതി വകുപ്പിന് അനുമതിയില്ലാതെ കുട്ടികളെ കൊണ്ടുവന്നുവെന്ന് കണ്ടെത്തൽ. മണിപ്പൂരിൽ നിന്നാണ് കുട്ടികളെ എത്തിച്ചത് എന്നാണ് വിവരം. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ചട്ടമൊന്നും പാലിച്ചില്ലെന്നാണോ ശ്രീജിത്ത്? തുടക്കത്തിൽ തന്നെ ഈ കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം പോലീസിൽ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല, കൃത്യമായ രീതിയിൽ കുട്ടികളുടെ വിവരങ്ങൾ സാമൂഹ്യനീതി വകുപ്പിന് നൽകിയിട്ടില്ല എന്ന് കാണിച്ച് ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് നിലനിന്നിരുന്നു. എന്നാലും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായ രീതിയിലുള്ള പരാതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനും ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡും കഴിഞ്ഞ ദിവസം സത്യം മിനിസ്ട്രീസിൽ ഒരു പരിശോധന നടത്തിയത്. അപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നടക്കം നിരവധി പരാതികൾ ഉയർന്നു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 53ഓളം കുട്ടികൾ മണിപ്പൂരിൽ നിന്നുള്ള കുട്ടികളാണ്. അതിൽ 4ാം ക്ലാസ് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർ തിരുവല്ലയിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശക്തമായ നടപടിയിലേക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കടന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ സത്യം മിനിസ്ട്രീസിന്റെ അധികൃതർ ഈ കുട്ടികളെ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് പോലീസുമായി എത്തി ഇപ്പോൾ കുട്ടികളെ ആൺകുട്ടികളെ കൊല്ലത്തേക്കും പെൺകുട്ടികളെ തൊട്ടടുത്ത നിക്കോൾസൺ എന്ന സ്കൂളിലേക്കും മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാവി നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സത്യം മിനിസ്ട്രീസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടി വേണോ എന്ന കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിലുള്ള വിവരം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ പടന്നക്കാട് കോളേജിലെ വാർത്ത നൽകിയിരുന്നു. സ്കോർ ഫോർ ജോബ് എന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രതികരണം വരുന്നുണ്ട്. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലും പല കോഴ്സുകൾക്കും അധ്യാപകരില്ല, അതും ഇതോടൊപ്പം കണക്കിലെടുക്കണമെന്നാണ് പറയുന്നത്. ദീപു രാജ് കരിപ്പാലം പറയുന്നത് പട്ടികവർഗ പട്ടികജാതി കോളനി എന്ന് മുദ്ര കുത്തുകയാണ് ഇപ്പോഴും. അങ്ങനെ പാടില്ല എന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും ചില ന്യൂസുകളിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്ന വിമർശനം. അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്, അത് ഒഴിവാക്കേണ്ടതുമാണ്.